അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം മുതൽ 35 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനം നതോന്നത വൃത്തത്തിൽ കേൾക്കാം. അതിനുശേഷം ഇതേക്കുറിച്ചുള്ള പ്രഭാഷണം. ഓം ശ്രീ ജഗദംബികായൈ നമഃ. നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിതവി ഭൂപതി ദിവ്യരൂപധരോ ദേവ്യാം സാലോക്യം തൽക്ഷണാദഗാൽ. പിതുർദിവ്യാം ഗതിം രാജാ വിലോക്യ ജനമേജയ വ്യാസം മുനിം സമഭ്യർച്ച്യ പരാം മുദമവാപഹ. 18 പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവീ ഭാഗവതം നാമ ധർമ്മകാമാർത്ഥമോക്ഷദം. യേ ശൃണ്വന്തി സദാ ഭക്ത്യാ ദേവ്യാ ഭാഗവതീം കഥാം തേഷാം സിദ്ധിർന ദൂരസ്ഥാ തസ്മാൽ സേവ്യാ സദാ നൃഭി. ദിനമർദ്ധം തദർത്ഥം വാ മുഹൂർത്തം ക്ഷണമേവ വാ യേ ശൃണ്വന്തി നരാ ഭക്ത്യാ ന തേഷാം ദുർഗതി ക്വചിൽ. സർവയജ്ഞേഷു തീർത്ഥേഷു സർവദാനേഷു യദ്ഫലം സകൃൽ പുരാണശ്രവണാൽ തദ്ഫലം ലഭത്തെ നരാ. കൃതാദൗ ബഹവോ ധർമ്മ കലൗ ധർമ്മസ്തു കേവലം പുരാണശ്രവണാദന്യോ വിദ്യത്തെ നാപരോ നൃണാം. ധർമാചാരവിഹീനാനാം
കലാവൽപായുഷാം നൃണാം വ്യാസോ ഹിതായ വിദധേ പുരാണാഖ്യം സുധാരസം സുധാം പിബന്നേക ഏവ നരസ്യാദജരാമര ദേവ്യാ കഥാമൃതം കുര്യാൽ കുലമേവാജരാമരം മാസാനാം നിയമോ നാത്ര ദിനാനാം നിയമോപി ന സദാ സേവ്യം ദേവീ ഭാഗവതം നരൈ ആശ്വിനേ മധുമാസേ വാ തപോമാസേ ശുചൗ തഥാ ചതുർഷു നവരാത്രേഷു വിശേഷാൽ ഫലദായകം അതോ നവാഹയജ്ഞോയം സർവസ്മാൽ പുണ്യകർമ്മണ ഫലാധികപ്രദാനേന പ്രോക്ത പുണ്യപ്രദോ നൃണാം യേ ദുർഹൃദ പാപരതാ വിമൂഢ മിത്രദ്രുഹോ വേദവിനിന്ദകാശ്ച ഹിംസാരത നാസ്തികമാർഗസക്ത നവാഹയജ്ഞേന പുനന്തി തേ കലൗ പരസ്വദാരാഹരണേതി ലുബ്ധാ യേ വൈ നരാ കൽമഷഭാരഭാജ ഗോദേവതാ ബ്രാഹ്മണ ഭക്തിഹീന നവാഹയജ്ഞേന ഭവന്തി ശുദ്ധാ തപോഭിരുഗ്രൈർവ്രതതീർത്ഥസേവനൈർ ദാനൈരനേകൈർ നിയമൈർമഖൈശ്ച ഹുതൈർജപൈര്യച്ച ഫലേന ലഭ്യത്തെ നവാഹയജ്ഞേന തദാപ്യത്തെ നൃണാം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത ഭാഷാഗാനം. ഇന്ന് ദേവി ഭാഗവത മാഹാത്മ്യത്തിലെ പ്രഥമസ്കന്ധത്തിലെ 21 മുതൽ 35 കൂടിയുള്ള 15 ശ്ലോകങ്ങളുടെ തർജ്ജമ നതോന്നത വൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നവാഹമായി ദേവി ഭാഗവതം കേട്ടു ഭൂപതിയും നമസ്കാരം ചെയ്തു യജ്ഞം സമർപ്പിച്ചപ്പോൾ നരോത്തമൻ പരീക്ഷിത്തോ ദിവ്യരൂപമാർന്നുവല്ലോ. നാഗലോക പൂജിതയിൽ ലയിച്ചു ചേർന്നു. അച്ഛനായ പരീക്ഷിത്തോ ദിവ്യപദം നേടിയപ്പോൾ അത്യധികം സന്തുഷ്ടനായി ജനമേജയൻ. അനുപമ ഭക്തിയോടെ വ്യാസനെയും പൂജിച്ചല്ലോ. അത്യന്തം കൃതാർത്ഥനായി വീണു നമിച്ചു. 18 പുരാണങ്ങൾ അവയിലോ അത്യുത്തമം പരമേശ്വരി തൻ ദേവി ഭാഗവതം താൻ. പുരുഷാർത്ഥങ്ങളായുള്ള ധർമ്മമർത്ഥ കാമമോക്ഷം പകരുന്നു ഭക്തർക്കുള്ളിൽ ദേവി കഥകൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ഭാഗവത കഥ ഭക്ത്യ സദാ കേട്ടിടുന്നവർക്കു ഭഗവതി നൽകും സിദ്ധി ഒട്ടും വൈകാതെ. ഭക്തന്മാരെ അതിനാലെ ദേവി ഭാഗവത കഥ ഭക്തിയോടെ നിരന്തരം കേൾക്കുക നിങ്ങൾ. ഒരു ദിനം അരദിനം അതിൻ്റെയും പകുതിയോ ഒരു മുഹൂർത്തമോ ക്ഷണ നേരമെങ്കിലോ ഓങ്കാരസ്വരൂപിണിയെ ഭക്തിയോടെ കേൾക്കുന്നോർക്കു ഒരിക്കലും ദുർഗതിയുണ്ടാവുകയില്ല. എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ തീർത്ഥാടനാദികൾ ചെയ്താൽ എല്ലാവിധ ദാനങ്ങളും ചെയ്തിടുന്നോർക്കും എന്തു ഫലം ലഭിക്കുമോ ദേവി ഭാഗവതം കേട്ടാൽ ഏതൊരാൾക്കും ആ ഫലത്തെ ലഭിക്കും നൂനം. സത്യയുഗം ത്രേതായുഗം ദ്വാപരാദിയുഗങ്ങളിൽ സദ്ധർമ്മങ്ങൾ പലതാണു എന്നാൽ കലിയിൽ സത്യമായ ധർമ്മം പുരാണ ശ്രവണം മാത്രമല്ലോ സമുദ്ധരിക്കാനായി വേറെ ധർമ്മങ്ങളില്ല. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അല്പായുസ്സുകളായിടും കലികാലത്തു ജനങ്ങൾ അല്പബുദ്ധികളായിടും അധർമ്മികളും അത്തരം സദാചാരഹീനരെ സമുദ്ധരിക്കാനായി അമൃതു പോൽ വ്യാസൻ നൽകി പുരാണങ്ങളെ. അമൃതത്തെ പാനം ചെയ്താൽ കഴിച്ചിടും മനുജനു അജരത്വം അമരത്വം എന്നിവ നേടാ. അമ്മയുടെ കഥാമൃതം പാനം ചെയ്താൽ കുലം കൂടി അമരവും അജരവും ആകും നിശ്ചയം. ഏതു മാസം വേണമെന്നോ ഏതു ദിനം വേണമെന്നോ ഏതു നേരം വേണമെന്നോ നിയമമില്ല. എപ്പോഴും ഉപാസിച്ചിടാം എപ്പോഴും ഉപാസിച്ചിടാം എത്രയും വിശിഷ്ടമാ ദേവി ഭാഗവതം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആശ്വിനമാം കന്നിയിലും ചൈത്രമാകും ധനുവിലും അത്യധികം ശ്രേഷ്ഠമായ വൈശാഖത്തിലും ആഷാഢമാം കർക്കിടകം ഇതിലെ നവരാത്രിയിൽ അതിവിശിഷ്ടമാം ഫലം നൽകും ശ്രവണം. അതിനാലേ ദേവി ഭാഗവത നവാഹയജ്ഞത്തെ അത്യധികം ശ്രേഷ്ഠമെന്നു പറയും ബുധർ. അഖിലമ പുണ്യകർമ്മങ്ങളിൽ വെച്ചും പുണ്യമത്രേ അഖിലാണ്ടേശ്വരി തൻ ദേവി ഭാഗവതം. ദുർബുദ്ധിയും മഹാപാപി മൂർഖനും മിത്രദ്രോഹിയും ദുഷ്ടനാം വേദനിന്ദകൻ പ്രാണിഹിംസകൻ
ദൈവനിന്ദ ചെയ്യുന്നോനും കലികാല നവാഹത്താൽ ദോഷം തീർന്നു പരിശുദ്ധനായി മാറുന്നു. പരദാരധനങ്ങളിൽ അത്യധികം ആർത്തിയുള്ളോ പാപഭാരം ഒരുപാടു താങ്ങുന്നവരും പശുദേവ ബ്രാഹ്മണരിൽ ഭക്തിയൊട്ടുമില്ലാത്തോരും പാപം തീർന്നു പരിശുദ്ധനായി മാറുന്നു. കഠിനമാം തപം വ്രതം തീർത്ഥാടനം ദാനജാലം കർമ്മയോഗം യജ്ഞം ഹോമം നിയമം ജപം എന്നിവ ചെയ്യുന്നതിനാൽ ലഭിക്കാത്ത ഫലം പോലും ഏകിടുന്നു നവാഹയജ്ഞത്തിൻ ശ്രവണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതത്തിലെ അതിൻ്റെ മാഹാത്മ്യത്തെ പറയുന്ന സ്കന്ദപുരാണത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ 21 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിത വിഭൂപതി ദിവ്യരൂപധരോ ദേവ്യ സാലോക്യം തൽക്ഷണാദഗാദ്. തക്ഷകദംശനം കൊണ്ട് മരിച്ചുപോയ തൻ്റെ പിതാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി, തൻ്റെ പിതാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രനായ ജനമേജയ മഹാരാജാവ് ഭാഗവതം കേട്ടത്. അങ്ങനെ ആ നവാഹയജ്ഞം 9 ദിവസങ്ങളോട് കൂടിയിട്ടുള്ള ആ യജ്ഞം സമാപിച്ചപ്പോൾ പരീക്ഷിതഭി ഭൂപതി, ആ പരീക്ഷിത്ത മഹാരാജാവ് ദിവ്യരൂപധരോ ദേവ്യാസാലോക്യം തൽക്ഷണാദഗാൽ, ദിവ്യരൂപ നേടി ദേവിയുടെ പരാശക്തിയായ ആ ഭുവനേശ്വരിയിൽ സാലോക്യമുക്തി നേടി. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം തുടങ്ങിയ മുക്തിയുടെ പല ഭാവങ്ങളുണ്ട്. ഇവിടെ ദേവിയുടെ ലോകത്തേക്ക് എത്തിച്ചേർന്നു, ആ ഭുവനേശ്വരിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. പിതൃദിവ്യാം ഗതിം രാജാ വിലോക്യ ജനമേജയ വ്യാസം മുനിം സമഭ്യർച്ച്യ പരാം മുദമവാപഹ. പിതൃദിവ്യാം ഗതിം, അച്ഛൻ്റെ ദിവ്യഗതിയെ വിലോക്യ കണ്ടിട്ട് രാജാവായ ജനമേജയൻ വ്യാസം മുനിം സമഭ്യർച്ച്യ, വ്യാസമുനിയെ, തനിക്കിത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന വ്യാസമുനിയെ വേണ്ട പോലെ അർച്ചിച്ച് പരാമുദമവാപഹ, പരമമായ ആ സന്തോഷം നേടി എന്ന് പറയുന്നു. അത്യന്തം കൃതാർത്ഥനായി തീർന്നു. താൻ ചെയ്യേണ്ടത് ചെയ്തു എന്നും
ആ ചെയ്തതിന് ഫലം കിട്ടിയെന്നും മനസ്സിലായപ്പോൾ വലിയ സന്തോഷമായി ജനമേജയ മഹാരാജാവിന്. എന്നിട്ട് പറയുകയാണ്, അഷ്ടാദശ പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവീഭാഗവതം നാമ ധർമ്മകാമാർത്ഥമോക്ഷദം. 4 പുരുഷാർത്ഥങ്ങളും നേടാൻ ദേവീഭാഗവതം വളരെ ശ്രേഷ്ഠമാണ്. പലയിടത്തും ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അഷ്ടാദശ പുരാണാനാം 18 പുരാണങ്ങളിൽ മധ്യേ സർവോത്തമം പരം, അതിൻ്റെ ഇടയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, അത്യുത്തമമായിട്ടുള്ളത്, പരമമായ ഉത്തമ ഭാവത്തിലുള്ളത് ദേവീഭാഗവതാണ്. ഈ ദേവീഭാഗവതം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ 4 പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ് എന്ന് ദേവീഭാഗവതത്തിൻ്റെ മാഹാത്മ്യമായിട്ട് പറഞ്ഞു. പിന്നെ യേ ശൃണ്വന്തി സദാ ഭക്തിയാ ദേവ്യാ ഭാഗവതിം കഥാം തേഷാം സിദ്ധിർന ദൂരസ്ഥ തസ്മാൽ സേവ്യാ സദാ നൃഭി. യേ ശൃണ്വന്തി, ആരാണോ ഈ ദേവ്യാ ഭാഗവതിം കഥാ ഭക്തിയാ സദാ, ഈ ദേവിയുടെ ഭാഗവത കഥകളെ അല്ലെങ്കിൽ ദേവീ ഭാഗവത കഥകളെ ഭക്തിയോടുകൂടി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഭക്തിപൂർവം കേൾക്കുന്നത്, സദാ എല്ലാ സമയത്തും, അവർക്ക് തേഷാം സിദ്ധിർ ന ദൂരസ്ഥ, അവർക്ക് സിദ്ധി അധികമൊന്നും അകലെയല്ല, വളരെ പെട്ടെന്ന് സിദ്ധി ഉണ്ടാവും. അതുകൊണ്ട് എന്തു വേണം? തസ്മാൽ സേവ്യ സദാ നൃഭി, മനുഷ്യർ സദാ, അതുകൊണ്ട് സദാ എല്ലാ സമയത്തും ഇതിനെ സേവിക്കണം, അല്ലെങ്കിൽ ഭാഗവതം കേൾക്കണം. ദിനമർത്ഥം തദർത്ഥം വാ മുഹൂർത്തം ക്ഷണമേവ വാ യേ ശൃണ്വന്തി നരാ ഭക്തിയാ ന തേഷാം ദുർഗതി ക്വചിൽ. ദിനം, അർത്ഥം, തദർത്ഥം വാ, ദിനം ഒരു ദിവസം, അതിൻ്റെ പകുതി അര ദിവസം, അതിൻ്റെയും പകുതി അല്ലെങ്കിൽ ഒരു മുഹൂർത്തം, ഒരു ക്ഷണം, അത്രയെങ്കിലും യേ ശൃണ്വന്തി, ഈ ദേവീഭാഗവതം ഭക്തിപൂർവം കേൾക്കുന്നുവെങ്കിൽ, നരാ ഭക്തിയാ ശൃണ്വന്തി, മനുഷ്യർ ഭക്തിയോടുകൂടി ഇത് കേൾക്കുന്നുവെങ്കിൽ, ന തേഷാം ദുർഗതി ക്വചിൽ, അവർക്കൊരിക്കലും ദുർഗതി ഉണ്ടാവില്ല, അവർക്ക് സദ്ഗതി ഉണ്ടാവും ദേവീഭാഗവതം കേട്ടാൽ. സർവയജ്ഞേഷു തീർത്ഥേഷു സർവദാനേഷു യത്ഫലം സകൃൽ പുരാണശ്രവണാൽ തത്ഫലം ലഭത്തെ നര. സർവയജ്ഞേഷു, എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ, തീർത്ഥങ്ങളിൽ മുങ്ങിക്കുളിച്ചാൽ, ദാനങ്ങൾ ചെയ്താൽ, അതിന് എന്താണോ ഫലം, അത് ആ ഫലം ദേവീഭാഗവതം ഒരിക്കൽ കേട്ടാൽ, സകൃൽ പുരാണ ശ്രവണാൽ തത്ഫലം ലഭത്തെ നര, മനുഷ്യർക്ക് അപ്പം തന്നെ ആ ഫലം, അതിൻ്റെ ഫലം, തീർത്ഥാടനത്തിൻ്റെയും യജ്ഞങ്ങൾ ചെയ്യുന്നതിൻ്റെയും ദാനത്തിൻ്റെയും ഒക്കെ ഫലം ഈ ഒരൊറ്റ ദേവീഭാഗവത ശ്രവണം കൊണ്ട് ലഭിക്കും, അനായാസേന ലഭിക്കും. കൃതാദൗ ബഹവോ ധർമ്മ കലൗ ധർമ്മസ്തു കേവലം പുരാണശ്രവണാദന്യോ വിദ്യത്തെ നാപരോ നൃണാം. കൃതാദൗ, കൃതയുഗം, അതേപോലെ ത്രേതായുഗം, ദ്വാപരയുഗം, ഈ യുഗങ്ങളിൽ ധർമ്മങ്ങൾ പലതാണ്. അതല്ലെങ്കിൽ കൃതയുഗത്തിൽ ധ്യാനം, അതിനുശേഷം ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ, ഇങ്ങനെയൊക്കെയാണ് യുഗധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെ പലതാണ്. പക്ഷേ കലിയുഗത്തിലോ പുരാണശ്രവണം എന്ന ഏകമായ ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. മനുഷ്യരെ ഉദ്ധരിക്കാൻ മറ്റൊരു ധർമ്മവും കലിയുഗത്തിലില്ല എന്ന് മനസ്സിലാക്കൂ. സൂതൻ പറയുകയാണ്, ധർമാചാരവിഹീനാനാം കലാവൽപായുഷാം നൃണാം വ്യാസോ ഹിതായ വിദധേ പുരാണാഖ്യം സുധാരസം. കലികാലത്ത് ധർമാചാരവിഹീനാനാം, ധർമാചാരങ്ങളൊന്നും വേണ്ട പോലെ അനുഷ്ഠിക്കാത്ത, കലാവൽപായുഷാം നൃണാം, കലിയുഗത്തിലെ അൽപായുസ്സുകളും അധർമ്മികളും സദാചാരഹീനന്മാരുമായിട്ടുള്ള ജനങ്ങൾക്ക് വ്യാസൻ ഹിതം ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ മനുഷ്യരെ ഉദ്ധരിക്കാൻ വിദധേ പുരാണാഖ്യം സുധാരസം, പുരാണം എന്നു പേരുള്ള ആ അമൃതനെ, അമൃതരസത്തെ
വ്യാസൻ കനിഞ്ഞ് അരുളിയതാണ് എന്ന് പറയുന്നു. സുധാം പിബന്നേക ഏവ നര സ്യാദജരാമര. ഈ സുധ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ ആരാണോ ഈ അമൃത് കഴിക്കുന്നത് അയാൾക്ക് അജരത്വവും അമരത്വവും ഉണ്ടാവും. അവർക്ക് ജരാനരകൾ വരില്ല, അതേപോലെ അവർക്ക് മരണം ഉണ്ടാവില്ല. പക്ഷേ ദേവ്യാ കഥാമൃതം കുര്യാൽ, അത് സാധാരണ അമൃതിൻ്റെ അവസ്ഥയാണ്. ദേവിയുടെ കഥയാകുന്ന അമൃതത്തെ ആരാണോ പാനം ചെയ്യുന്നത് അവരുടെ കുലം പോലും അജരവും അമരവും അമൃതവും ആയി മാറും എന്ന് പറയുന്നു. പിന്നെ അടുത്തതായിട്ട് പറയുകയാണ്, ഈ ദേവി ഭാഗവതം ഏത് മാസത്തിലാണ് വായിക്കേണ്ടത് എന്നൊരു സംശയം. അത് ദൂരീകരിച്ചുകൊണ്ട് പറയുകയാണ്, മാസാനാം നിയമോ നാത്ര. മാസത്തെക്കുറിച്ച് ഒരു നിയമമില്ല. ദിനാനാം നിയമോപി നാ. ദിനത്തിനും ഇന്ന ദിവസം വായിക്കണം, അതിന് നിയമമില്ല. പിന്നെയോ സദാസേവ്യം സദാസേവ്യം ദേവി ഭാഗവതം നരൈ. ഭാഗവതത്തിൽ പറയണത് എന്താ? സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതം അല്ലേ? ഇവിടെ പറഞ്ഞു സദാസേവ്യം സദാസേവ്യം, എപ്പോഴും എപ്പോഴും ഉപാസിക്കണം. ദേവി ഭാഗവതം എപ്പോഴും ഉപാസിക്കാം, എപ്പോഴും ഉപാസിക്കാം. 2 പ്രാവശ്യം പറഞ്ഞു സദാസേവ്യം സദാസേവ്യം. പിന്നെ അതിൽ തന്നെ വിശിഷ്ടമായിട്ടുള്ള മാസങ്ങൾ വേറെയുണ്ട്. ആശ്വിനേ മധുമാസേ വാ തപോമാസേ ശുചൗ തഥാ ചതുർഷു നവരാത്രേഷു വിശേഷാൽ ഫലദായകം. ആശ്വിനം എന്ന് പറഞ്ഞാൽ കന്നിമാസം, ചൈത്രം ധന്മാസം, വൈശാഖം മീനമാസം, ആഷാഢം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം. ഈ മാസങ്ങളിലെ നവരാത്രികളിൽ ദേവി ഭാഗവതം കേട്ടാൽ വളരെ വിശേഷമാണ് എന്ന് പറയുന്നു. നമ്മൾ ആശ്വിന മാസത്തിലെ നവരാത്രിയാണ് കേമായിട്ടൊക്കെ നടത്താറുള്ളത്. ഈ മാസങ്ങളിലൊക്കെ പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിലായിട്ട് ഇത് പാടുന്നത് വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞു. ഭാഗവതം അങ്ങനെയാണ് പറയണത്, നവമി മുതൽ പൗർണമി വരെയുള്ള 7 ദിവസങ്ങളിലായിട്ട് എന്നാണ്. ഇവിടെ പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിലായി നവാഹയജ്ഞം. അതോ നവാഹയജ്ഞോയം സർവസ്മാൽ പുണ്യകർമ്മണ ഫലാധിക പ്രദാനേന പ്രോക്ത പുണ്യപ്രദോ നൃണാം. അതുകൊണ്ട് ഈ നവാഹയജ്ഞം എല്ലാ പുണ്യകർമ്മങ്ങളിലും വെച്ച് മനുഷ്യർക്ക് ഏറ്റവും ഫലപ്രദമാണ്, പുണ്യപ്രദമാണ്. അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, പ്രത്യേകമായിട്ട് പറഞ്ഞു, യേ ദുർഹൃദ പാപരതാ വിമൂഢ മിത്രദ്രുഹോ വേദവിനിന്ദകാശ്ച ഹിംസാരത നാസ്തികമാർഗസക്ത നവാഹയജ്ഞേന പുനന്തി തേ കലൗ. ഈ കലിയുഗത്തിൽ എന്താ പ്രത്യേകത? ദുർബുദ്ധി ആയിക്കോട്ടെ, ദുർഹൃദ, അതേപോലെ പാപരതാഹ, പാപം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ, പാപി, മൂർഖൻ, മിത്രദ്രോഹി, വേദനിന്ദകൻ, പ്രാണിഹിംസ ചെയ്യുന്നവൻ, നാസ്തികമായിട്ടുള്ള മാർഗം, നിരീശ്വരവാദത്തെ സ്വീകരിക്കുന്നവൻ, ഇവരൊക്കെ തന്നെ കലികാലത്ത് ചെയ്യുന്ന നവാഹയജ്ഞം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. പരസ്വദാര ആഹരണേതി ലുബ്ധ ഏവൈ നരാ കൽമഷഭാരഭാജ ഗോദേവതാ ബ്രാഹ്മണ ഭക്തിഹീന നവാഹയജ്ഞേന ഭവന്തി ശുദ്ധ. അടുത്തത് പറഞ്ഞത് പരദാര ധനങ്ങളിൽ, മറ്റുള്ളവരുടെ ഭാര്യ, ധനം, ഇതൊക്കെ അത്യാർത്തി അപഹരിക്കുന്ന ആളുകളുണ്ടാവും, അതിലുബ്ധന്മാരായിട്ടുള്ള ആളുകൾ. അതേപോലെ കൽമഷഭാരഭാജ, പാപഭാരം താങ്ങുന്ന ആളുകൾ, പശുക്കൾ, ദേവതമാർ, അതേപോലെ ബ്രാഹ്മണർ, ഇവരിലൊന്നും ഭക്തിയില്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ പാപമുണ്ട്. പക്ഷേ നവാഹയജ്ഞം കൊണ്ട് അവരൊക്കെ പരിശുദ്ധരാവും. നവാഹയജ്ഞേന ഭവന്തി ശുദ്ധാഹ. പിന്നെ തപോഭിരുഗ്രൈർവ്രത തീർത്ഥസേവനൈർ ദാനൈരനേകൈർ നിയമൈർമഖൈശ്ച ഹുതൈർജപൈര്യച്ച ഫലേന ലഭ്യത്തെ നവാഹയജ്ഞേന തദാപ്യത്തെ നൃണാം. കഠിനമായ ഉഗ്രമായ തപസ്, വ്രതങ്ങൾ, തീർത്ഥാടനം, വിവിധങ്ങളായിട്ടുള്ള ദാനൈർ അനേകൈർ,
അനേകം ദാനങ്ങൾ, നിയമം, മഖൈശ്ച ഹോമങ്ങൾ, യജ്ഞങ്ങൾ, ജപം, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലഭിക്കാത്ത ഫലം പോലും നവാഹയജ്ഞം കൊണ്ട് മനുഷ്യർക്ക് സുലഭമായി തീരും എന്ന 35-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി ദീപാരാധന സമർപ്പണ ശ്ലോകങ്ങൾ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിന കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.